നമസ്കാരം. എനിക്ക് 2-3 ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലാണ്. വേറെ ആർക്കും വേണ്ടിയല്ല, ബീൻ ഫാമിലി ബ്ലോഗറിനോട് ഉള്ള ചോദ്യമാണ്. ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഞാൻ രാത്രി. ഇയാളിപ്പോൾ പറയുന്നു തനൂജയുടെ അമ്മയ്ക്കൊരു വീടുണ്ടെന്ന്. തനൂജയുടെ അമ്മയ്ക്ക് വീടുണ്ട്, അതവർ പറയുന്നത് കേട്ടില്ലായിരുന്നു. അവരെ 3 മക്കൾക്കും കൂടെ ഉള്ളതാണ്. അതിപ്പോൾ തനൂജയ്ക്ക് മാത്രം കൊടുക്കാൻ പറ്റത്തില്ല. തനൂജ എങ്ങനെ പോയി ജീവിച്ചോട്ടെ. തനൂജ എറണാകുളം വിട്ട് പോയില്ലേ. ഇനിയെങ്കിലും താൻ തനൂജയെ അങ്ങ് വിട്ടുപിടിച്ച് കഴിയും. തനിക്ക് തനൂജയെ വിറ്റാലേ കാശ് കിട്ടത്തോളാം യൂട്യൂബിൽ നിന്ന്. വെറുതെ എന്തിനാണ് അവരെ അങ്ങനെ പിടിക്കുന്നത്? ചുമ്മാ കിടന്ന് അവരവരുടെ വഴി പോയല്ലോ. പിന്നെ ജിനു ഗോപി നോക്കുന്നില്ല എന്നത് ജിനു ഗോപിയുടെ തെറ്റാന്ന് താൻ പറയുന്നു. 100% ജിനു ഗോപിയുടെ തെറ്റ് തന്നെ അല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ജിനു ഗോപി ഒരുത്തിയുടെ സുഖം തേടി പോയപ്പോഴേ ഈ കുഞ്ഞും തള്ളയും എവിടാന്ന് പോലും ചിന്തിച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെങ്കിലും അയാൾക്ക് ഇവരെ രണ്ടുപേരെ എവിടെയെങ്കിലും സേഫ്റ്റി ആക്കാമായിരുന്നു. അതുപോലും അയാൾ ചെയ്തില്ല. അയാൾക്ക് ചെയ്യാൻ അതിനുള്ള മനസ്സ് കാണത്തില്ല. രണ്ടാമത്തെ ഭാര്യ അത്രയ്ക്കും ഒരു വില്ലത്തിയാന്ന് ഞാൻ കണ്ടിടത്തോളം എനിക്കറിയാം. ഞാൻ യൂട്യൂബിൽ കണ്ടതല്ല, ഞാൻ SIT ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ബീൻ ഇനിയെങ്കിലും അവരെ അങ്ങ് വിറ്റ് തീറ്റി നിർത്തുക. ബീനിൻ്റെ കാര്യം നോക്കിക്കോ, അവരെങ്ങനെയും പോയി ജീവിച്ചോട്ടെ. പിന്നെ തനൂജയുടെ കുഞ്ഞിൻ്റെ പഠിത്തം, തനൂജയുടെ അന്തങ്ങൾ ഏറ്റെടുക്കാൻ പറയുന്നു. അന്തങ്ങളിപ്പോൾ ഒരു വീടെടുത്ത് കൊടുക്കുന്നു, വാടകയ്ക്കൊരു വീടെടുക്കുന്നില്ലേ? അത് സ്കൂൾ അടുത്തുള്ളടവാ അല്ലെന്ന് പറയുന്നില്ലല്ലോ. സ്കൂളും ഉണ്ട്, അവർക്ക് ആവശ്യത്തിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്യാവുന്നിടത്ത് തന്നെ അവർക്ക് വീടെടുത്ത് കൊടുക്കുന്നേ. വീട് മേടിക്കുന്നെങ്കിലും അങ്ങനെ ചെയ്യത്തോളൂ. പിന്നെ ദേവൂട്ടിയുടെ പഠന കാര്യങ്ങളൊന്നും മിക്ക ആർക്കും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. എന്താ കാരണമെന്ന് വെച്ചാൽ, അവർക്കും കുടുംബമൊക്കെ ഉള്ളതാ. അത് താൻ ചിന്തിക്കാത്ത എന്താ? താൻ വന്നിരുന്നില്ല ജഡ്ജികളെ കണക്കിരുന്ന് ഒരു പേനയും വെച്ചിട്ടിരുന്ന് സംസാരിക്കുന്ന കണക്കല്ല. തനിക്ക് 5 മക്കളില്ലേ? തൻ്റെ മക്കളുടെ പഠനം താൻ ചെയ്യുന്നില്ലേ? അതേപോലെ തനൂജയും ചെയ്തോട്ടെ. തനൂജയ്ക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ഒരു വരുമാനം ഉണ്ടല്ലോ, 25,000 രൂപ. ഇപ്പോൾ ഈ ഒരു വീടെടുക്കുന്ന ചിലപ്പോൾ 5-6 മാസത്തേക്കായിരിക്കാം. ആ വീടിൻ്റെ വാടക അതുവരെ കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ തനൂജയ്ക്ക് ഒരു വീട് സ്വന്തമാകുമ്പോൾ വാടക കൊടുക്കണം. അന്നേരം തനൂജയ്ക്ക് നല്ല സുഖത്തെ കഴിയാം. ആ സ്ത്രീക്ക് 102 കിലോ ഉണ്ട്. അവർക്ക് എവിടെയും പോയി ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. അവർക്ക് നടക്കാൻ പോലും വയ്യാത്തൊരു സ്ത്രീയാണ്. ഇനിയെങ്കിലും വെറുതെ വിടുക. അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ബീനിരുന്നങ്ങ് വലിയ പുള്ളിയാവുന്നു. സഫർ എന്ന് പറയുന്നൊരു ചാനലിൽ ഒരാൾ തന്നോട് തൻ്റെ കുഞ്ഞിൻ്റെ പ്രതിത്വം ചോദിച്ചില്ലായിരുന്നോ? അന്നേരം താൻ കിടന്നങ്ങ് ഭയങ്കര വിരവുന്നുണ്ട്, താനും ഐഷുവും ഒക്കെ. ഇപ്പം എന്തേ തനൂജയുടെ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്? ആദ്യം താൻ നന്നാവും, അത് കഴിഞ്ഞതിന് ശേഷം അവരെ നന്നാക്കും. അവരുടെ അന്തങ്ങളോ തനൂജയെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. തനൂജയുടെ യൂട്യൂബിൽ കണ്ടൂടെ ഒരു ലൈവ് ചെയ്യുമ്പം പോകുന്നത്? അത് കയറി കാണണം, അന്നേരം അറിയാം തനിക്ക്. അവരൊക്കെ തനൂജയെ സഹായിക്കും. അതിന് തനിക്കെന്ത്? താൻ തൻ്റെ കാര്യം നോക്ക്. താൻ സനുവിൻ്റെ അന്തമല്ലേ? ഇനിയെങ്കിലും അവത്തുങ്ങളെ വെറുതെ വിട്ടുപിടി. ആദ്യം നീ നന്നാവ്. നീ മെലഞ്ഞാന്ന് വീഡിയോ ഇടുന്നുണ്ടല്ലോ, നിൻ്റെ മക്കളെയും കൊണ്ട് തുണിക്കടയിൽ നിൽക്കുന്നു. നീ ചോദിക്കുന്ന അവർക്ക് ഫുഡ് കഴിച്ചുകൂടാ. കുഞ്ഞിൻ്റെ ആശകൾ തള്ളമാരാ ചെയ്യുന്ന, പെറ്റ തള്ളമാർ. അല്ലാതെ വേറെ വെളിയിലുള്ളവർ വന്ന് ചെയ്തു കൊടുക്കുമോ? കുഞ്ഞിന് ഡ്രസ്സ് എടുക്കണം, അവർക്ക് ഡ്രസ്സ് എടുക്കണം, അതൊക്കെ ആവശ്യത്തിനാണ്. അവരങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് പറയുന്നല്ലോ. ഞാൻ കണ്ടിട്ടുള്ളത് അവർ റേഷനരി ഇട്ട് വെക്കും, പിന്നെ കുറച്ച് ചക്ക മേടിച്ച് കറി വയ്ക്കും, ഏതെങ്കിലും ഒരു തലയിട്ട് കറി വയ്ക്കും. ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും കണ്ടിട്ടങ്ങ് അവരങ്ങ് ലക്ഷറി ഫാമിലി ആയിട്ടങ്ങ് ജീവിക്കുക എന്ന് പറയരുത്. നീ സനുവിനെ നിനക്കൊരു ഫോൺ സനുവിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെന്നും പറഞ്ഞ് നീ അവരെ കയറി അങ്ങ് പിടിക്കാതെ ബീനെ. അത് നീ അങ്ങ് വിട്ടുപിടിക്കും ഇനിയെങ്കിലും. ഇപ്പോൾ എല്ലാവരും അങ്ങ് മുഴുവാൻ വരുന്നു. തനുവിൻ്റെ അന്തങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നെങ്കിൽ അതങ്ങ് വെച്ച് കൊടുത്ത് അവർ ജീവിക്കട്ടെ. അവർക്കൊരു വീട് വേണം എന്തായാലും. അത് വീടില്ലാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. എന്നും വാടകയ്ക്ക് കിടക്കാൻ പറ്റുമോ? ആദ്യമേ ജിനു ഗോപിയുടെ അടുത്ത് താൻ വിളിച്ച് പറ അവർക്ക് ചിലവിന് കൊടുക്കാൻ. എന്നിട്ട് നീ സംസാരിക്കും വന്നിരുന്നു. വലിയ എന്തോ അങ്ങ് എല്ലാം പഠിച്ച കണക്കാണ് വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടാൽ. ആദ്യം നിൻ്റെ ജീവിതം എന്തുവാന്ന് നീ കണ്ടു പഠിച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ പറയാൻ. അല്ലാതെ അങ്ങ് സംസാരിക്കുന്നു, ഒത്തിരി കയറിയിരുന്നങ്ങ്. അവത്തുങ്ങൾ പാവത്തുങ്ങളല്ലേ, അവരെ അങ്ങ് വെറുതെ വിട്ടേക്ക്. ഇനിയെങ്കിലും ഒന്നും ജീവിക്കാൻ വിട്ടൂടെ നിനക്കൊക്കെ?